നമുക്ക് എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 4 തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 തക്കാളി നമ്മൾ എടുക്കുമ്പോൾ 2 സവോള എടുക്കണം. 2 സവോള സ്ലൈസ് ചെയ്തെടുത്തത്, പച്ചമുളക് ആവശ്യത്തിന്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഞാൻ ഇവിടെ ഒരു 7 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മസാലകൾ: 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചെടുക്കുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ, 1/4 ഗ്ലാസ് വെള്ളം, പിന്നെ പുഴുങ്ങിയെടുത്ത മുട്ട. കറിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ചതച്ച് വെച്ചേക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. ഈ സവാളയ്ക്ക് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആവണം. ഈ സവാള പെട്ടെന്നൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. അങ്ങനെ സവാള കുറച്ച് കൂടുതലുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നത് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് നമ്മൾ വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കണം. നമ്മൾ സവാള ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. അപ്പം മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഈ മല്ലിപ്പൊടി നമുക്ക് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് മുരിക്കാം. നമുക്ക് ഇപ്പം മല്ലിപ്പൊടി നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം, ഗരം മസാല ചേർക്കാം. ഈ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. നമുക്ക് നമ്മുടെ മസാലകളെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്കിപ്പോൾ തക്കാളി വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. തക്കാളിയിലേക്ക് മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് തക്കാളി ആദ്യം നമുക്ക് വേവിക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം. തേങ്ങാപ്പാലും ചേർക്കാം. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഈ കറി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ഈ കറി നമുക്കൊന്ന് തിളപ്പിക്കാം. നമുക്ക് ഇപ്പം തേങ്ങാപ്പാലൊക്കെ ഒന്ന് വേവും. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചേക്കണം മുട്ട ചേർക്കാം. ഇതിനകത്തേക്ക് ആ മുട്ട ചേർക്കുമ്പോൾ പതുക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് ആ മസാലകൾ പിടിക്കുള്ളൂ. കൂട്ടി വെച്ചിട്ട് ഇനി നമുക്കൊന്ന് തീ കൂട്ടി വെച്ചിട്ട് 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ആ മുട്ടയുടെ ഉള്ളിലേക്ക് ആ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.